അടുത്തത് ടൈപ്സ് ഓഫ് മെട്രിസസ്. ഫസ്റ്റ് വൺ റോ മെട്രിക്സ്. ഒരു മെട്രിക്സിനെ നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിന് ഒരു റോ മാത്രമേ കാണാവൂ. എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി റോ മെട്രിക്സ് ഓർ റോ വെക്റ്റർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ റോ. അപ്പോൾ ഒരു റോ മാത്രമുള്ള മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് റോ മെട്രിക്സ്. അപ്പോൾ കോളം എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ മെട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ m/n ആണ് നമ്മൾ ജനറലി ഒരു മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് ഇടുന്നത്. m എന്ന് പറയുന്ന റോയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ എമ്മിന് പകരം 1 വന്നിട്ടുണ്ട്. വിച്ച് മീൻസ് ആ മെട്രിക്സിന് ഒരു റോ മാത്രമേ കാണത്തുള്ളൂ. കോളംസ് എത്ര വേണമെങ്കിലും ആകാം. അതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 2 1 3 ഇതൊരു റോ മെട്രിക്സിന് എക്സാമ്പിളാണ്. കാരണം ഇതിനകത്ത് ഒരു റോ മാത്രമേ ഉള്ളൂ, 3 കോളംസ് ഉണ്ട്. ഇതിൻ്റെ ഓർഡർ ഒരു റോ ആൻഡ് 3 കോളംസ്. സോ 1/3 ആണ് ഇതിൻ്റെ ഓർഡർ. ഇത് റോ മെട്രിക്സിന് ഒരു എക്സാമ്പിളാണ്. അതേപോലെ കോളം മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിനകത്ത് ഒരു കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് കോളം മെട്രിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കോളം വെക്റ്റർ എന്നും പറയാം. ഓക്കെ, അതിൻ്റെ ജനറൽ ഫോം A11 A21 എക്സെട്ര M1 ആയിരിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളം മാത്രമേ ഉള്ളൂ, m റോസുമുണ്ട്. അപ്പോൾ ഓർഡർ വിൽ ബി m/1. അപ്പോൾ കോളം വിൽ ബി 1. നമ്പർ ഓഫ് കോളംസ് ഇസ് 1. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 3 2 1 ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 4 റോസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് 4 ഒരു കോളമേ ഉള്ളൂ 1. അപ്പോൾ ഈ രണ്ട് കേസിലും നമ്മൾ ഈ എഴുതിയ എക്സാമ്പിളിനകത്ത് റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം അല്ല. ഇനി റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും സെയിം ആയിക്കഴിഞ്ഞാൽ ഈ മെട്രിക്സ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഇതിന് സ്ക്വയർ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് സച്ച് മെട്രിസസ് ആർ കോൾഡ് സ്ക്വയർ മെട്രിസസ്. അപ്പോൾ അടുത്തത് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിനെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സിംപ്ലി ഈക്വൽ ആയാൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 1 3 2 ഇതിൻ്റെ നമ്പർ ഓഫ് റോസ് 2 ആണ്, കോളംസ് 2 ആണ്. ഇതിൻ്റെ ഓർഡർ 2/2 ആണ്. ഇതിന് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. സ്ക്വയർ മെട്രിക്സിൻ്റെ ജനറൽ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ഫോം വിൽ ബി A11 A12 എക്സെട്ര A1n ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കോളം AN1 AN2 എക്സെട്ര ANN. ഇതിൻ്റെ ഓർഡർ n rows and n columns. Generally it is n/n. Okay. ഇനി അടുത്ത ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിനെയാണ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി എ സ്ക്വയർ മെട്രിക്സ്. എൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ഇറ്റ് ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 0. ഇതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് മീൻസ് ഈ ഡയഗണൽ ലെഫ്റ്റ് ടു റൈറ്റ് ബോട്ടത്തിലോട്ട് വരുന്ന ഡയഗണലിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എന്ന് പറയും. സ്ക്വയർ മെട്രിക്സിനകത്ത് നമ്മളിങ്ങനെ ഒരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ഈ ഡയഗണലിൻ്റെ പേരാണ് പ്രിൻസിപ്പൽ ഡയഗണൽ. അപ്പോൾ ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആകണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഇനി അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും സീറോസ് ആയിരിക്കണം. പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും സീറോസ് ആയിരിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡെഫിനിഷനകത്ത് പ്രിൻസിപ്പൽ ഡയഗണലിലെ എൻട്രീസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം പ്രിൻസിപ്പൽ ഡയഗണലിലെ എൻട്രീസ് 0 ആകാം, ആകാതിരിക്കാം. ഇപ്പോൾ എല്ലാ എൻട്രീസും 0 ആയി പോയി കഴിഞ്ഞാൽ, ഒരു മെട്രിക്സിൻ്റെ എല്ലാ എൻട്രീസും 0 ആയി കഴിഞ്ഞാൽ നമ്മൾ ആ മെട്രിക്സിനെ സീറോ മെട്രിക്സ് എന്നാണ് പറയുന്നത്. സീറോ മെട്രിക്സും ഒരു ഡയഗണൽ മെട്രിക്സിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. ഡയഗണൽ മെട്രിക്സ് ആണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, അതൊരു സ്ക്വയർ മെട്രിക്സ് ആണോ എന്ന് നോക്കണം. 2, അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണോ എന്ന്. എങ്കിൽ അതെന്ത് തന്നെയാണ്, ഒരു ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ 1 0 0 0 2 0 0 0 3 ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇതൊരു 3/3 മെട്രിക്സ് ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗണലിൽ മാത്രമേ എപ്പോഴും എൻട്രീസ് കാണത്തുള്ളൂ. ബാക്കി എല്ലാ എൻട്രീസും 0 ആയതുകൊണ്ട് ഈ മെട്രിക്സിനെ നമുക്ക് മറ്റൊരു നൊട്ടേഷനിൽ കൂടെ എഴുതാം. ദിസ് മെട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് DIAG in bracket 1 2 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എൻട്രീസ് അതിൻ്റെ ഡയഗണലിലെ എൻട്രീസ് ആണ്, ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷനും സാധാരണ നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വൺ ഇസ് സ്കെയിലാർ മെട്രിക്സ്. അപ്പോൾ ഒരു മെട്രിക്സിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെ സബ് ക്ലാസ് ആണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും എന്തായിരിക്കണം? 0 ആയിരിക്കണം. പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ് എങ്കിൽ അത് ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി ഒരു ഡയഗണൽ മെട്രിക്സ് സ്കെയിലാർ ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഡയഗണലിനകത്തുള്ള വരുന്ന എലമെൻറ്റുകളെല്ലാം ഈക്വൽ ആണ് എങ്കിൽ that diagonal matrix becomes a scalar matrix. അപ്പോൾ a diagonal matrix is said to be a scalar matrix if the diagonal elements are equal. diagonal elements എല്ലാം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ജനറലി നമുക്ക് ആ മെട്രിക്സിൻ്റെ എൻട്രീസിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ AIJ ആണ് ആ മെട്രിക്സിൻ്റെ എൻട്രീസ് എങ്കിൽ then AIJ will be 0 I not equal to j k I equal to j. അപ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നമ്മളൊരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ഈ ഡയഗണലിൽ വരുന്ന എൻട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി A11 A22 എക്സെട്ര ANN. ഇവിടെ എല്ലാം ഐയും ജെയും ഈക്വൽ ആണ്. ബാക്കിയുള്ളിടത്ത് I നോട്ട് ഈക്വൽ ടു ജെ ആണ്. അപ്പോൾ I ഈക്വൽ ടു ജെ ആണ് വരുന്നതെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ബിലോങ്സ് ടു ദി ഡയഗണൽ. I നോട്ട് ഈക്വൽ ടു ജെ ആണ് എങ്കിൽ ദാറ്റ് നോട്ട് ബിലോങ്സ് ടു ദി ഡയഗണൽ. അപ്പോൾ I നോട്ട് ഈക്വൽ ടു ജെ മീൻസ് അത് ഡയഗണലിലെ എൻട്രി അല്ല. അപ്പോൾ ഡയഗണലിലെ എൻട്രീസ് അല്ലാത്തവർ എല്ലാവരും പ്രിൻസിപ്പൽ ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസും 0 ആണ്. ഡയഗണലിലെ എൻട്രീസ് എല്ലാം ഈക്വൽ ആണ്. ഇവിടെ ഞാൻ ഈക്വൽ ടു സം നമ്പർ k ആണ് എടുത്തിരിക്കുന്നത്. k is some സ്കെയിലാർ നമ്പർ. ഇനി ആ സ്കെയിലാർ വാല്യൂ k 1 ആണ് എങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. അതാണ് അടുത്ത എക്സാമ്പിൾ. Identity matrix. A diagonal matrix is said to be identity matrix if a diagonal elements are equal to 1. ഓക്കെ, ഇപ്പോൾ AIJ എന്ന് പറയുന്നത് I നോട്ട് ഈക്വൽ ടു ജെ, അതായത് ഡയഗണൽ ഒഴികെ ബാക്കി എല്ലാ എൻട്രീസിനും 0 ആയിരിക്കും. ഡയഗണൽ എൻട്രീസുകളെല്ലാം ഈക്വൽ ടു 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എനിക്കൊരു 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് വരയ്ക്കണമെങ്കിൽ ഞാൻ ആദ്യമേ ഒരു 2x2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആയിരിക്കും, ബാക്കിയെല്ലാം 0 ആയിരിക്കും. സോ ദിസ് ഇസ് എ 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ്. This is denoted by the symbol I2 എന്നാണ് എഴുതുന്നത്. I2 means identity matrix of 2x2 size. I3 identity matrix of 3x3 size. അപ്പോൾ അതിൻ്റെ റോസ് ഇതായിരിക്കും 1 0 0 0 1 0 0 0 1. ഇനി അടുത്ത ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ് ട്രയാങ്കുലർ മെട്രിക്സ്. ട്രയാങ്കുലർ മെട്രിക്സ് പറയുന്നതിന് മുമ്പ് ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോമിനകത്ത് നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ദിസ് ഈസ് പ്രിൻസിപ്പൽ ഡയഗണൽ. പ്രിൻസിപ്പൽ ഡയഗണലിൻ്റെ മുകളിൽ വരുന്ന എൻട്രീസ് ആണ് നമ്മുടെ അപ്പർ ട്രയാങ്കുലർ എൻട്രീസ്. താഴെ വരുന്ന എൻട്രീസ് ആണ് ലോവർ ട്രയാങ്കുലർ എൻട്രീസ്. സോ ദിസ് ഈസ് അപ്പർ ട്രയാങ്കുലർ ആൻഡ് ദിസ് ഈസ് ലോവർ ട്രയാങ്കുലർ. ഇനി നമുക്ക് ഇവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ AIJ എന്ന് പറയുന്ന ഒരു എൻട്രി ഞാൻ എടുക്കുകയാണ്. I ഈക്വൽ ടു ജെ ആണ് എങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ബിലോങ്സ് ടു ദി പ്രിൻസിപ്പൽ ഡയഗണൽ. പ്രിൻസിപ്പൽ ഡയഗണലിൽ വരുന്ന എല്ലാ എൻട്രീസിനും I ഈക്വൽ ടു ജെ ആണ്. AIJക്കകത്ത് I ഗ്രേറ്റർ ദാൻ ജെ ആണ് എങ്കിൽ, I വലുതും ജെ ചെറുതുമാണ് എങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ദി ലോവർ ട്രയാങ്കിൾ. നോക്കിയേ നിങ്ങൾ, ലോവർ ട്രയാങ്കിളിലെ എല്ലാ എൻട്രീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം I വലുതും ജെ ചെറുതുമായിരിക്കും. A21 I വലുതും ജെ ചെറുതുമാണ്. ഇവിടെയുള്ള ഏത് എൻട്രീസ് എടുത്താലും I ഗ്രേറ്റർ ദാൻ ജെ ആണ്. അതേസമയം അപ്പർ ട്രയാങ്കിളിലുള്ള ഏത് എൻട്രീസ് എടുത്താലും ജെ ഗ്രേറ്റർ ദാൻ I ആണ്. ഓർ AIJക്കകത്ത് I ലെസ് ദാൻ ജെ ആണ് എങ്കിൽ ബിലോങ്സ് ടു ഹിയർ. സോ ഹിയർ ദ കണ്ടീഷൻ ഇസ് I is less than j. Here the condition is I is greater than j. And here the condition is I is equal to j. ഇനി ഒരു മെട്രിക്സിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ലോവർ ട്രയാങ്കിൾ 0 ആയിരിക്കണം. ലോവർ ട്രയാങ്കിളിൽ വരുന്ന എല്ലാ എൻട്രീസും 0 ആണ് എങ്കിൽ വി സേ ദാറ്റ് മെട്രിക്സ് ഇസ് അപ്പർ ട്രയാങ്കുലർ. അപ്പോൾ ലോവർ ട്രയാങ്കിളിലെ എൻട്രീസ് 0 ആയാൽ മതി. പ്രിൻസിപ്പൽ ഡയഗണലും അപ്പർ ട്രയാങ്കിളും 0 ആകാം, ആകാതിരിക്കാം, അതിനെക്കുറിച്ചൊന്നും ഡെഫിനിഷനിൽ പറയുന്നില്ല. എനിവേ ലോവർ ട്രയാങ്കിളിലെ എല്ലാ എൻട്രീസും 0 ആണ് എങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അതേസമയം അപ്പർ ട്രയാങ്കിളിലെ എല്ലാ എൻട്രീസും 0 ആണ് എങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് കോൾഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് ഇസ് സെഡ് ടു ബി അപ്പർ ട്രയാങ്കുലർ ഇഫ് ഓൾ എൻട്രീസ് ബിലോ ദി പ്രിൻസിപ്പൽ ഡയഗണൽ ആർ 0.
പ്രിൻസിപ്പൽ ഡയഗണലിന് താഴെയുള്ള എൻട്രീസ് എല്ലാം 0 ആണ് എങ്കിൽ ദെൻ ദാറ്റ് ഈസ് കോൾഡ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സുകൾക്ക് AIJ 0 ആയിരിക്കും whenever I greater than J. നമുക്കറിയാം I greater than J means it is the lower triangular. Similarly, lower triangular matrix. A square matrix is lower triangular if all the entries above the principal diagonal are 0. Principal diagonal മുകളിലുള്ള എൻട്രീസ് എല്ലാം 0 ആണെങ്കിൽ that is a lower triangular matrix. For lower triangular matrix, I is less than J, എൻട്രീസുകളെല്ലാം 0 ആയിരിക്കും. അപ്പോൾ I less than J means we know that it is lower triangular matrix. Sorry, I less than J means it is upper triangle. So upper triangle വരുന്ന എൻട്രീസ് എല്ലാം 0 ആകുമ്പോൾ that is lower triangular matrix. സീറോ മെട്രിക്സ്. ഒരു മെട്രിക്സ് സീറോ മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ അതിലെ എല്ലാ എൻട്രീസും 0 ആയാൽ മതി. അത് സ്ക്വയർ ആകണമെന്നൊന്നും നിർബന്ധമില്ല, ഏത് ഓർഡറിലായാലും കുഴപ്പമില്ല. ബട്ട് ഓൾ ദി എൻട്രീസ് ഷുഡ് ബി 0. ഫോർ എക്സാമ്പിൾ ഇതൊരു സീറോ മെട്രിക്സിന് എക്സാമ്പിളാണ്. 2 റോസും 3 കോളംസും ആയതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ 2/3 സീറോ മെട്രിക്സ് ആണ്. ഇൻഫാക്ട് ദിസ് ഈസ് ഓൾസോ എ സീറോ മെട്രിക്സ് ഹൂസ് ഓർഡർ ഇസ് 1/1. അപ്പോൾ എല്ലാ എൻട്രീസും 0 ആണ് എങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ സീറോ മെട്രിക്സ് എന്ന് പറയും. അടുത്തത് ഈക്വൽ മെട്രിക്സ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യമേ തന്നെ അവർക്ക് സെയിം ഓർഡർ ആയിരിക്കണം. 2 മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ അവർ കമ്പയറബിൾ ആകൂ. അതർവൈസ് വി കനോട്ട് കമ്പയർ ദ മെട്രിക്സ്. അപ്പോൾ 2 മെട്രിക്സ് ആർ കമ്പയറബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദേ ഹാവ് സെയിം ഓർഡർ. അപ്പോൾ 2 മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് അവർക്ക് രണ്ടുപേർക്കും ഒരേ ഓർഡർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ all the elements in the corresponding positions of 2 matrices are equal. എല്ലാ എൻട്രീസും ഈക്വലും ആയിരിക്കണം എങ്കിൽ മാത്രമേ ആ മെട്രിക്സുകൾ ഈക്വൽ ആകത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 1 2 3 4 ഇതിന് ഈക്വൽ ആയിട്ടുള്ള മെട്രിക്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 2 3 4. ഈ മെട്രിക്സിന് ഇത് മാത്രമേ ഈക്വൽ ആകത്തുള്ളൂ. കാരണം സെയിം ഓർഡർ ആകണം. ഇതിൻ്റെ ഓർഡർ 2/2 ആണ്, ഇതിൻ്റെ ഓർഡർ 2/2 ആണ്. എല്ലാ എൻട്രീസുകളും ഈക്വൽ ആണ്. ഫസ്റ്റ് എൻട്രി ഈക്വൽ ആണ്. A12 പൊസിഷൻ ഈക്വൽ ആണ്, 21 പൊസിഷൻ ഈക്വൽ ആണ്, ആൻഡ് 22 പൊസിഷൻ ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ എൻട്രീസും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് ആ മെട്രിക്സിനെ ഈക്വൽ മെട്രിക്സ് എന്ന് പറയാം. പ്രോബ്ലം 1. If x plus 3, 2y plus x, z minus 1, 4w minus 8 is equal to minus x minus 1, 0, 3, 2w. Then find the value of mod x plus y plus mod z plus w. അപ്പം ആദ്യമേ തന്നെ ഈ 2 മെട്രിക്സുകളും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം 2 മെട്രിക്സുകൾ ഈക്വൽ ആകണമെങ്കിൽ അവർക്ക് സെയിം ഓർഡർ ആയിരിക്കണം. ഇവിടെ രണ്ടുപേർക്കും സെയിം ഓർഡർ തന്നെയാണ്, രണ്ടുപേരുടെയും ഓർഡർ 2/2 തന്നെയാണ്. ദാറ്റ്സ് ഓക്കെ. ഇനി എല്ലാ കറസ്പോണ്ടിങ് എൻട്രീസും ഈക്വൽ ആയിരിക്കണം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് x plus 1 must be equal to minus x minus 1. So x plus 3 must be equal to minus x minus 1. That is 2x is equal to minus 1 minus 3. That is 2x is equal to minus 4. X is equal to minus 2. Again second 1 2 position entries നോക്കുക. 2y plus x must be equal to 0. We know that x is minus 2. So 2y minus 2 is equal to 0. So 2y is equals to 2 and y is equal to 1. Again z minus 1 must be equal to 3. So z minus 1 must be equal to 3. So z is equal to 4. Finally 4w minus 8 must be equal to 2w. That is 4w minus 2w is equal to 8. That is 2w is equal to 8. So w is equal to 4. Thus we can find the value of x, y, z and w. We need to calculate modulus of x plus y plus modulus of z plus w. That is equal to modulus of x is minus 2 plus y is 1 plus modulus of z is 4 plus w is again 4. So that is modulus of minus 1 plus modulus of 8. That is 1 plus 8. That is equal to 9. Problem 2.
if 2 alpha plus 1, 3 beta, 0, beta squared minus 5 beta is equal to alpha plus 3, beta squared plus 2, 0 minus 6, then find the equation whose roots are alpha and beta. അപ്പോൾ നമുക്ക് ആദ്യമേ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. നേരത്തെ പോലെ തന്നെ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ ഈക്വൽ ആണ്. ഇനി മെട്രിക്സുകൾ ഈക്വൽ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് എൻട്രീസ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ആൽഫ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് 2 ആൽഫ പ്ലസ് 1 is equal to alpha plus 3. So 2 alpha minus alpha is equal to 3 minus 1. So alpha is equal to 2. നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടി. ഇനി ബീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ ബീറ്റയെ കണക്ട് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് വൺ ഇസ് 3 ബീറ്റ is equal to beta squared plus 2, and there is a second equation is beta squared minus 5 beta equal to minus 6. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ബീറ്റയുടെ വാല്യൂ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബീറ്റയുടെ വാല്യൂ നോക്കാം നമുക്ക്. ദിസ് റെഡ്യൂസസ് ടു ബീറ്റ സ്ക്വയർഡ്, റൈറ്റ് സൈഡ് വരുമ്പോൾ മൈനസ് 3 ബീറ്റ പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഫാക്ടറൈസ് ചെയ്യാം. ബീറ്റ മൈനസ് 1 ഇൻറ്റു ബീറ്റ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. Therefore beta is equal to 1 or beta is equal to 2. ബീറ്റയ്ക്ക് രണ്ട് വാല്യൂസ് വരും. ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ സ്ക്വയർഡ് മൈനസ് 5 ബീറ്റ പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ബീറ്റ മൈനസ് 2 ആൻഡ് ബീറ്റ മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. സോ ബീറ്റ ഇസ് ഈക്വൽ ടു 2 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്, ബീറ്റയുടെ വാല്യൂ 2 ആണ്. കാരണം ബീറ്റയുടെ വാല്യൂ 2 വരുമ്പോൾ മാത്രമേ ഈ രണ്ട് ഇക്വേഷനുകളും സാറ്റിസ്ഫൈ ചെയ്യും. ഈ എൻട്രി ദാറ്റ് ഇസ് ഓക്കെ, 0 ഈക്വൽ ടു 0. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫ ബീറ്റ വാല്യൂസ്, ആൽഫ ഈസ് 2 ആൻഡ് ബീറ്റ ഈസ് ഓൾസോ 2. ദെർഫോർ അവർ കൺക്ലൂഷൻ ഇസ് വാല്യൂ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 2. ഇനി ആൽഫയും ബീറ്റയും റൂട്ടായിട്ട് വരുന്ന ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വാട്ട് ഇസ് ദി ഇക്വേഷൻ whose roots are alpha and beta? The equation is x squared minus sum of roots, that is alpha plus beta into x plus product of roots alpha beta equal to 0. So x squared minus alpha plus beta, that is 2 plus 2 4, x plus alpha beta, that is also 4, equal to 0. So this is the required equation. Next one is operation of മെട്രിസസ്. എങ്ങനെ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യും, എങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും? മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും ഫസ്റ്റ് കണ്ടീഷൻ അവർക്ക് രണ്ടുപേർക്കും സെയിം ഓർഡർ ആയിരിക്കണം. ഒരേ ഓർഡറിലുള്ള മെട്രിക്സുകൾ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റൂ. മെട്രിക്സിൻ്റെ ഓർഡർ ഡിഫറൻ്റ് ആണ് എങ്കിൽ ദേ ആർ നോട്ട് കോമ്പാക്റ്റബിൾ ഫോർ അഡീഷൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദേ ഷുഡ് ബി ഓഫ് സെയിം ഓർഡർ. ഇനി എങ്ങനെയാണ് ആഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു എ ഐ ജെ, ബി ഈസ് ഈക്വൽ ടു ബി ഐ ജെ. അപ്പോൾ എയുടെ എൻട്രീസിനെല്ലാം ഞാൻ എ ഐ ജെ കൊണ്ട് ഡിനോട്ട് ചെയ്തു, ബിയുടെ എൻട്രീസിനെല്ലാം എ ഐ ജെ കൊണ്ട് ഡിനോട്ട് ചെയ്തു. ദെൻ ദർ സം എ പ്ലസ് ബീസ് എൻട്രീസ് ആർ എ ഐ ജെ പ്ലസ് ബി ഐ ജെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ എൻട്രീസ് കറസ്പോണ്ടിങ്ങിലി നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോഴും സെയിം തിങ്, എ മൈനസ് ബി ഈസ് എ ഐ ജെ മൈനസ് ബി ഐ ജെ. അപ്പോൾ കറസ്പോണ്ടിങ് എൻട്രീസ് ഡയറക്ട്ലി സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഇസ് എ 3/3 മെട്രിക്സ് ആൻഡ് ബി ഈസ് ഓൾസോ എ 3/3 മെട്രിക്സ്. ദെയർഫോർ ദേ ആർ കോമ്പാക്റ്റബിൾ ഫോർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. വി നീഡ് ടു ഫൈൻഡ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us find a plus b. a plus b is equal to matrix A is 1 3 5 minus 2 0 2 0 4 minus 3 and plus matrix B is 4 1 minus 2 3 2 1 2 minus 1 7. അപ്പോൾ ഡയറക്ട്ലി ആഡ് ചെയ്ത് വെച്ചാൽ മതി കറസ്പോണ്ടിങ് എൻട്രീസ്. ഫസ്റ്റ് എൻട്രി ആഡ് ചെയ്യുമ്പോൾ 1 plus 4 that is 5. സെക്കൻഡ് എൻട്രി 3 plus 1 4, 5 plus minus 2 that is 3, minus 2 plus 3 that is 1, 0 plus 2 that is 2, 2 plus 1 that is 3, 0 plus 2 that is 2,
4 plus minus 1, that is 3, minus 3 plus 7, that is 4. So this is A plus B. Similarly, A minus B is equal to matrix A is 1 3 5 minus 2 0 2 0 4 minus 3 minus 4 1 minus 2 3 2 1 2 minus 1 7, that is equal to 1 minus 4, that is minus 3, 3 minus 1, that is 2, 5 minus minus 2, that becomes 5 plus 2, and that is 7, minus 2 minus 3, minus 5, 0 minus 2, that is minus 2, 2 minus 1, that is 1, 0 minus 2, that is minus 2, 4 minus minus 1, that becomes 4 plus 1, 5, minus 3 minus 7, that is minus 10. So this is A minus B. Matrix addition matrix subtraction വളരെ എളുപ്പമാണ്. ഒരു സെയിം ഓർഡർ ആണോ എന്ന് നോക്കുക. ഓർഡർ ആണെങ്കിൽ ആഡ് ചെയ്യുന്ന സമയത്തും സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുകയും കറസ്പോണ്ടിങ് എൻട്രീസ് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ മതി. Next operation is scalar multiplication of matrices. Scalar means number. അപ്പം നമുക്കൊരു നമ്പറിനെയും ഒരു മെട്രിക്സിനെയും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? Suppose A equal to Aij be an m by n matrix and K be a scalar. So K be any number. Then the matrix Ka whose entries will be K into Aij. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. ഏത് നമ്പർ കൊണ്ടാണോ നമ്മൾ ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ കൊണ്ട് ആ മെട്രിക്സിൻ്റെ എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് ദ എൻട്രീസ് Aij becomes K times Aij. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി മെട്രിക്സ് തന്നിട്ടുണ്ട്. Then what is 4a plus 2b? So let us calculate 4a plus 2b. That is equal to 4 times matrix A is 1 2 3 minus 1 minus 2 minus 3 4 2 6 plus 2 times 5 4 1 3 2 4 3 8 2. Okay, that is equal to 4 times this matrix means 4 കൊണ്ട് ഈ മെട്രിക്സിലെ എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 കൊണ്ട് എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 into 1 4 4 2s are 8 4 3s are 12. Similarly minus 4 minus 8 minus 12 4 4s are 16 4 2s are 8 4 6 are 24 plus 2 times this matrix means 2 കൊണ്ട് എല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് എല്ലാരെയും മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 5 is 10 2 into 4 is 8 2 into 1 is 2 2 into 3 is 6 2 into 2 4 2 into 4 8 2 into 3 6 2 into 8 16 2 into 2 4. Now we can add this matrix. So 4 plus 10, that is 14, 8 plus 8 16, 12 plus 2 14, minus 4 plus 6 2, minus 8 plus 4 minus 4, minus 12 plus 8 minus 4, 16 plus 6 22, 8 plus 16 24, 24 plus 4 28. So this is the matrix 4a plus 2b. Next example is solve the equations for x and y. 2x minus y is 3 minus 3 0 3 3 2 and 2y plus x is 4 1 5 minus 1 2 minus 4. Already നമുക്ക് മെട്രിക്സിൻ്റെ അഡീഷൻ അറിയാം, സബ്ട്രാക്ഷൻ അറിയാം.
സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സ് ഇക്വേഷനുകളെ സാധാരണ സൈമൾട്ടേനിയസ് ഇക്വേഷനുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് 2x minus y is equal to 3 minus 3 0 3 3 2. Second equation is x plus 2y is equal to 4 1 5 minus 1 4 minus 4. ഓക്കെ, നമുക്ക് വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആക്കാം. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻസ് -1 ആണ്. സോ നമുക്കൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ -2y ആകും. എന്നിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ ടേം ക്യാൻസൽ ആയി പോകും. നമുക്ക് എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ ഇൻറ്റു ഒരു 2 ടൈംസ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 4x minus 2y is equal to 2 times this matrix means 2 കൊണ്ട് ഈ മെട്രിക്സിലെ എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 6 minus 6 0 6 6 4. And second equation is x plus 2y is equal to 4 1 5 minus 1 4 minus 4. രണ്ടും കൂടെ ആഡ് ചെയ്യുക. വൈയുടെ ടേം ക്യാൻസൽ ആയി പോകും. 4x plus x is 5x is equal to 4 plus 6 10 minus 6 plus 1 minus 5 0 plus 5 is 5 6 minus 1 is 5 6 plus 4 10 4 minus 4 0. So this is 5x from which x is equal to 5x x ഇപ്പുറത്ത് 5 ഇപ്പുറത്ത് വരുമ്പോൾ this becomes by 5. നമ്മൾ ജനറലി അത് 1/5 ടൈംസ് എന്ന് എഴുതും. 1/5 10 minus 5 5 5 10 0. So this is the value of x. 1/5 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ 1/5 into 10 becomes 2 minus 1 1 1 2 0. So this is x. ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ലെറ്റ് us take the second equation in which x plus 2y equal to this matrix. So instead of x it is 2 minus 1 1 1 2 0 plus 2y. 2 times y is equal to matrix 4 1 5 minus 1 4 minus 4. Okay, so 2y is equal to the matrix 4 1 5 minus 1 4 minus 4 minus this matrix 2 minus 1 1 1 2 0. So 2y is equal to 4 minus 2 2 1 minus minus 1, that is 1 plus 1 2 5 minus 1 4 minus 1 minus 1 minus 2 4 minus 2 2 minus 4 minus 0, that is minus 4. So y becomes dividing by 2 we get 1 1 2 minus 1 1 minus 2. So these are the matrices x and y. Here are some workout problems. First one is A is equal to matrix തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. Find a matrix C such that A plus 2C must be equal to B. അപ്പോൾ A plus 2C Bക്ക് ഈക്വൽ ആകുന്ന രീതിയിൽ C എന്നൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. A plus 2C should be equal to B. Then what is 2C? 2C must be equal to B minus A, and C must be equal to half into B minus A. അപ്പോൾ C എന്ന് പറയുന്ന മെട്രിക്സ് ഡയറക്റ്റ്ലി ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. B മൈനസ് എ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദി മെട്രിക്സ് C. സെക്കൻഡ് വൺ ഡയറക്റ്റ് വെരിഫിക്കേഷൻ ആണ്. A തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് 2 times A plus B is equal to 2A plus 2B. അപ്പോൾ 2 times A plus B means ആദ്യമേ A plus B കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 2A
കാൽക്കുലേറ്റ് ചെയ്യുക, 2b കാൽക്കുലേറ്റ് ചെയ്യുക, അത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അത് ഓൾവേസ് ഈക്വൽ ആയിട്ടേ വരത്തുള്ളൂ, കാരണം മെട്രിക്സുകൾ ഓൾവേസ് സാറ്റിസ്ഫൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ദറ്റ് ഈസ് ഫോർ എ മെട്രിക്സ് k into a plus b, k is any scalar, then this will be equal to ka plus kb ഈക്വൽ ആയിരിക്കും. മെട്രിക്സ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും, അതുകൊണ്ടത് ഓൾവേസ് ട്രൂ ആയിരിക്കും.